ഞാൻ വന്ന് ഫസ്റ്റ് ഡേ എന്റെ അവളെ കാലിൽ വിളിച്ചിട്ട് എന്റെ ജീൻസ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ആക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല ചേച്ചി. കൊറേ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. അമ്മയുടെ അടുത്തും പറയാ കള്ളം പറയാം. കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സത്യം. കൊറേ വളയ്ക്കാൻ നോക്കി. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. ഇവളോട് ക്ലോസ് ആവുമ്പോൾ ഇവൾക്ക് ഓക്കെയാണ് ഞാൻ അവിടെ പോയി സംസാരിക്കുന്നത്, പക്ഷെ അവൾക്ക് ഓക്കെയാണ് ഞാൻ ഇവിടെ പോയി സംസാരിക്കുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ സോപ്പ്. എന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ കാലിച്ച് പിടിക്കുന്നുണ്ട്. എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. എന്നെ കണ്ണൊക്കെ അടിക്കുന്നുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ കൊടുത്തില്ല അങ്ങോട്ട്. നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. അതാടി സുന്ദരി കുട്ടികൾക്കുള്ള ഒരു മെച്ചം. എവിടെ ചെന്നാലും നോക്കാൻ ആളുണ്ടാവും. അയ്യടി ചുന്ദരിക്കോതെ കണ്ട ഇപ്പൊ കാണിച്ചോണ്ടിരിക്കണേ എന്നെ. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അവൾക്ക് ഒരാളെ മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. അവള് ഇവന്റെ പുറകെ നോക്കുന്നൊരു നോട്ടം, അല്ലെങ്കിൽ അവൻ പറയുന്ന അവന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഐ കോണ്ടാക്ട്. അവൾക്ക് ഞാൻ എവിടെ സംസാരിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ ഇതായി പോയില്ലേ, അസുഖമായി പോയില്ലേ. പ്രേമം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള വികാരമല്ല. ആ കുശുമ്പാണ് അവളിപ്പോ എടുക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിങ്ങൾ കണ്ടു അത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ 24/7 ലൈവിൽ കാണുമല്ലോ നിങ്ങൾ. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടാ ഞാനെതിരെ സാക്ഷി പറഞ്ഞത്. കൊടുക്കാൻ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞേക്കാം. പബ്ലിക് ആയിട്ട് അവരെ ചൂണ്ടിക്കാണിക്കുമ്പോ മാത്രമാണ് കൊച്ചു ചെറുക്കനാണ്, ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനോ ഒക്കെ വേണം. അത് കാണിക്കല് അവള് ചെയ്യുമ്പോ അത് ഫ്ലർട്ടിങ്. അതെന്താ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം, നീ എന്റെ കൂടെ നിന്നാ മതി. പ്രശ്നമായത് നമുക്ക് എനിക്ക് രണ്ടുപേർക്കാം, ഇവൾക്ക് പിന്നെയും കുഴപ്പമില്ല. എന്താ പറയുന്നത്, ഞാനും ജിസയിലും ഭയങ്കര സീനായിട്ടാ പറയുന്നത്. നിങ്ങൾ പുറത്ത് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്കറിയാം അവർ തമ്മിൽ ഭയങ്കര അകത്ത് കണ്ടു. ഈ ബ്ലാങ്കറ്റ് സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴും. അയ്യോ പാപം, ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്റെ വില കളഞ്ഞ എനിക്ക് നിൽക്കണ്ട ഈ ഷോയില്. മിണ്ടില്ല ഞാൻ. പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം.